സുഗമോ ദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയും ഗിരീഷും ചേർന്ന് ഇസബലയെയും നന്ദനെയും ഹോം സ്റ്റേയിൽ വെച്ച് കൈയോടെ പിടികൂടുന്നുണ്ട്. ഈ സമയം രക്ഷപ്പെടാനായിട്ട് നന്ദൻ പല വാദങ്ങളും ഇറക്കുന്നുണ്ടെങ്കിലും ദേവികയാണെങ്കിൽ അതിലൊന്നും തന്നെ വീഴാതെ ബുദ്ധിപൂർവ്വം പോലീസിനെ വിളിച്ചു വരുത്തണം. ഒരു ഭാര്യയുടെ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവൾ നേടിയെടുക്കുന്നുണ്ട്. ഇസബല്ല നന്ദനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ ഇസബല്ല തോറ്റു പോവുകയാണ്. ചുരുക്കത്തിൽ ദേവിക്ക് മുന്നിൽ ഇസബല്ല തോൽക്കുന്നു. നന്ദനെ പുഷ്പം പോലെ ദേവികയാണെങ്കിൽ അവിടെ നിന്നും പോലീസിന്റെ സഹായത്തോടു കൂടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ഇനി വെറുതെ തന്നാൽ പോലും ഇയാളെ തനിക്ക് വേണ്ട എന്നും തന്റെ ഫയൽ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിന്നും ഇവനെ കൊണ്ടുപോകുന്നതെന്നും ഇയാളുടെ കുടുംബത്തിന് മുന്നിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്നും അതിനുശേഷം നിനക്ക് തന്നെ വിട്ടു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദേവിക അവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇസബella കാര്യങ്ങളൊക്കെ തന്നെ ഐസക്കിനെ വിളിച്ച് പറയുന്നുണ്ട്. വല്ലാത്തൊരു മണ്ടത്തരമായി പോയി. നിങ്ങൾ അവിടെയുള്ള കാര്യം എങ്ങനെയാണ് ഈ ദേവിക അറിഞ്ഞത്? പാപ്പൻ പറഞ്ഞത് ശരി തന്നെയാണ്. പുതിയൊരു ദേവികയാണ് ഇപ്പൊ കാണാൻ സാധിച്ചത്. അവൾ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐസക് ആണെങ്കിൽ പോകുന്നുണ്ട്. ആ ഒരു ഫയലിന്റെ കാര്യം നന്ദൻ പുറത്തു വിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും കുടുങ്ങും. അങ്ങനെ സിദ്ധാർത്ഥന്റെ ചോദ്യം ചെയ്യലിൽ നന്ദനാണെങ്കിൽ ആകെ പരിങ്ങി പോവുകയാണ്. മാത്രമല്ല അവൻ പറയുന്നുണ്ട് താൻ ഒരിക്കലും ആ ഫയൽ മോഷ്ടിച്ചിട്ടില്ല എന്നും ഇതൊക്കെ തന്നെ കെട്ടിച്ചമച്ച കഥയാണെന്നും ദേവിക എന്നെ മനസ്സിലാക്കണമെന്നൊക്കെ. ഇയാൾ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കില്ല എന്നും താൻ തന്നെയാണ് ആ ഫയൽ മോഷ്ടിച്ചതെന്നും ദേവിക ഉറപ്പിച്ചു പറയുന്നു. ഒടുവിൽ പ്രഭാവതിയാണെങ്കിൽ ഗതികെട്ട് പറയുന്നുണ്ട്, ഇപ്പോ എല്ലാ സംശയങ്ങളും എന്റെ നേർക്കാണ് നന്ദ വരുന്നത്. നിനക്ക് ആ ഫയലിനെ കുറിച്ച് അറിയാമെങ്കിൽ അതൊന്ന് തുറന്നു പറ. എന്നിട്ട് ആ ഫയൽ തിരിച്ചു കൊടുത്ത് ദേവികയോട് മാപ്പ് പറ. ഈ സമയവും നന്ദനാണെങ്കിൽ ഒറ്റപ്പെട്ടെങ്കിൽ കൂടിയും തന്റെ ആ ഒരു നിലപാടിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല. അതായത് ഫയൽ മോഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ രണ്ട് കൽപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വളർത്തുദോഷം കൊണ്ട് മാത്രമാണ് നന്ദ നീ ഇപ്പൊ വഴുതിട്ട് പോകുന്നത്. ആ ഇസബല്ലയ്ക്കൊപ്പം പോവാൻ നീയും അവളും തമ്മിൽ എന്താ ബന്ധം? ഒരു റൂമിൽ താമസിക്കാൻ മാത്രമുള്ള സൗഹൃദമാണ് നിങ്ങളുടേത്. ഇതൊരിക്കലും അംഗീകരിച്ചു തരാനായിട്ട് കഴിയില്ല. പിന്നെ ആ ഫയല് കിട്ടിയേ മതിയാവൂ. CMന്റെ മുന്നിൽ ദേവികയാണ് മറുപടി പറയേണ്ടത്. മാത്രമല്ല അവളുടെ ഭാവി ജീവിതത്തെയും അത് ബാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആരുടെയും ഭാവിയോ ഭൂതമോ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും ആ ഫയൽ മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. ആരൊക്കെയോ ചേർന്ന് നിന്നെ ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യ കണ്ണിയാണ് ഈസബല്ല. അവളുമായിട്ടുള്ള കൂട്ടുകെട്ടത്തിന് ശേഷമാണ് നിന്റെ സ്വഭാവം തന്നെ മാറിയത്. ഇനി അത് തുടരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ എന്താന്ന് വെച്ച് തീരുമാനിച്ചോളാം. ആരും എന്നെ തടയാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ സിദ്ധാർത്ഥനെ പോലെ ധിക്കരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഇനി താൻ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നന്ദൻ കയറിപ്പോകുന്നത്. ആ ഒരു ഭീഷണിയിൽ പ്രഭാവതിയാണെങ്കിൽ ആകെ മുട്ടുകുത്തുന്നു. നന്ദൻ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ സൂസൈഡ് അറ്റംപ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ള പേടി പ്രഭാവതിയിൽ ഉണ്ടാവുകയാണ്. മോളൊന്ന് പോയി വിളിക്കും, നന്ദനെ സമാധാനിപ്പിക്ക്. എനിക്ക് ആരെയും സമാധാനിപ്പിക്കേണ്ട ആവശ്യമില്ല. സമാധാനം ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ, അതും ഈ നന്ദൻ കാരണം കൊണ്ട്. നന്ദൻ പുതിയ ആളാണ്, പലതും ചെയ്യുമായിരിക്കും. അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സമയം നന്ദനാവട്ടെ അകത്ത് ചെന്ന് ഇസബല്ലയാണ് വിളിക്കുന്നത്. ഇസബല്ല പറയുന്നുണ്ട്, നന്ദ പേടിക്കണ്ട, ഞാൻ പാപ്പന്റെ അടുത്തുണ്ട്, പാപ്പൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഫയൽ ഞാനാണ് മോഷ്ടിച്ചെന്നുള്ള കാര്യം ഉറപ്പാക്കി കഴിഞ്ഞു. ഇതിനി വലിയ കേസാവുമെന്ന് തോന്നുന്നു. ദേവിക രണ്ട് കൽപ്പിച്ചുകൊണ്ടാണ്. അവൾക്ക് എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല. എന്നെ ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ദേവിക. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി വരാനായിട്ട് ഇസബല്ല പറയുന്നു. ഇല്ല, ഇവിടെ നിന്നും ഇറങ്ങിയാൽ കൂടുതൽ പ്രശ്നങ്ങളാവുമെന്നൊക്കെ വീണ്ടും നന്ദൻ പറയുകയാണ്. ഈ സമയം പ്രഭാവതിയാണെങ്കിൽ തന്റെ മകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയുടെ കാൽക്കൽ വീഴുകയാണ്. നന്ദൻ അങ്ങനെയൊന്നും ഒരു കടുങ്കയും ചെയ്യില്ല എന്ന് ദേവിക ഉറപ്പിച്ച് പറയുന്നുണ്ട്. ദേവികയാണെങ്കിൽ ഒരു തരിക്ക് പോലും കുലുങ്ങുന്നില്ല സിദ്ധാർത്ഥനും. അങ്ങനെ നന്ദന്റെ പുതിയ തീരുമാനം എന്താണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം. കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ.